السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. صدق الله العلي العظيم. ഏറ്റവും സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, മുഹറം മാസമാണ് നാം നിലകൊള്ളുന്ന ദിനങ്ങൾ. അതിനെ സംബന്ധിച്ചാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലൂടെ സംസാരിക്കാനുള്ളത്. മനസ്സിലാക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹു തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു, ഏ വിശ്വാസികളെ, ഇത്തഖുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക, അല്ലാഹുവിനെ തഖ്വ ചെയ്യുക, അല്ലാഹുവിനെ ഭയപ്പെടുക. നാം ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും അല്ലാഹുവിനെ സൂക്ഷിച്ചിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ സൂക്ഷ്മതയോടുകൂടി വേണം നാം ഈ ഭൂമി ലോകത്ത് ജീവിക്കാൻ. അപ്പം നമ്മുടെ ഓരോ സെക്കൻഡ്, മിനിറ്റ്, മണിക്കൂർ, ദിവസങ്ങൾ, ആഴ്ചകൾ, മാസങ്ങളൊക്കെ അതിലുള്ള ഓരോ സമയങ്ങളിലും അല്ലാഹുവിനെ സൂക്ഷിക്കണം. അങ്ങനെ അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമാണ് നമുക്ക് വേണ്ടത്. ഹഖ തുഖാതിഹി, കഴിയുന്ന രൂപത്തിലൊക്കെ നാം അല്ലാഹുവിനെ സൂക്ഷിക്കുക. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിമായിട്ടല്ലാതെ ഈ ഭൂമി ലോകത്ത് നിന്ന് വിട പറയാനും പാടില്ല. അപ്പം നമ്മുടെ ജീവിതം ഏത് രൂപത്തിലാവണം? തഖ്വയിൽ ആവണം. തഖ്വയിലുള്ള ഒരു ജീവിതമാണ് നമുക്ക് വേണ്ടത്. അപ്പം നമ്മുടെ ജീവിതത്തിൽ മോശമായിരിക്കുന്ന കാര്യങ്ങൾ, അതേപോലെയുള്ള വിഷയങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകാൻ പാടില്ല. നമ്മൾ മുൻ ക്ലാസ്സിലൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു, മുഹറം മാസത്തിൻ്റെ തുടക്കത്തിലൊരു 10 ദിവസങ്ങളുണ്ട്. ഈ 10 ദിവസങ്ങൾ നഹസായിട്ട് കാണുന്നു ചില ആളുകൾ. അപ്പം അങ്ങനെ ഒരു ചിന്താഗതി ഇസ്ലാമിന് ഇല്ലാത്തതാണ്. അതുപോലെ തന്നെ മുഹറം മാസത്തിൻ്റെ തുടക്കത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ആയത്തിന് ഒറ്റയായ അക്ഷരത്തിൽ ചില എണ്ണങ്ങൾ എഴുതി. ആ എണ്ണങ്ങൾ എത്രയോ ആവട്ടെ, ആ എണ്ണങ്ങൾ എഴുതി സൂക്ഷിക്കുന്നത് പുണ്യമുള്ള കാര്യമാകുന്നു. ഇങ്ങനെ ഒരു ഇൽമ് നമ്മുടെ ഖുർആനിൽ ഇല്ല. അങ്ങനെ നമ്മൾ കേട്ടിട്ടില്ല ഖുർആനുള്ളതായിട്ട്. അതേപോലെ ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ നമ്മൾ എവിടെയും പറഞ്ഞു കേട്ടിട്ടില്ല. എന്നാൽ ആ ഒരു ബിസ്മി എഴുത്ത് സുന്നത്തില്ല എന്നാണ് നമ്മുടെ ഉലമാക്കളൊക്കെ പറയുന്നത്. എന്നാൽ ചില ആളുകൾ ബറക്കത്തിന് വേണ്ടി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് ഒറ്റ ഹർഫുകളിൽ എഴുതി വെക്കാറുണ്ട്. ബർക്കത്തിന് വേണ്ടിയാണെങ്കിലും അല്ലെങ്കിലും നമ്മുടെ ദീനിൽ തെളിവില്ലാത്ത ഒരു കാര്യം നാം ചെയ്യാൻ പാടില്ല. എങ്ങനെയാണുള്ളത്? നമ്മുടെ ഇസ്ലാമിൻ്റെ അകത്ത് ഏതൊരു കാര്യം ചെയ്യുന്നുവെങ്കിലും അതിനെല്ലാം എന്തുണ്ട്? രേഖകളുണ്ട്, ദലീലുകളുണ്ട്.
അപ്പം രേഖയില്ലാത്ത തെളിവില്ലാത്ത കാര്യങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവരുത്. ഇതാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലൂടെ സൂചിപ്പിക്കാനുള്ളത്. അതേപോലെ തന്നെ മുഹറം മാസമായി കഴിഞ്ഞാൽ ചെമ്പിൻ്റെ നഖങ്ങൾ വെച്ച് പിടിപ്പിച്ച് നെഞ്ചുകൾ അതേപോലെ തന്നെ മുഖം ഒക്കെ മാന്തി പൊട്ടിക്കുന്ന ചില സമ്പ്രദായങ്ങളുണ്ട്. ഇതെല്ലാം നമ്മുടെ ഇസ്ലാമിൽ കടന്നു വന്നതല്ല, നമ്മുടെ ആശയങ്ങളല്ല അതൊന്നും. ഇതൊക്കെ ഷിയാക്കൾ ചെയ്തു വന്നതാണ്. ഹുസൈൻ റളിയല്ലാഹു അൻഹു ഒരുപാട് പ്രയാസം സഹിച്ചിട്ടുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് എന്നെല്ലാം അവർ അവകാശപ്പെടുന്നുണ്ട്. ശരിയായിരിക്കാം, യുദ്ധത്തിൽ അദ്ദേഹത്തിന് ഒരുപാട് പ്രയാസം സഹിക്കേണ്ടി വന്നിട്ടുണ്ട് കർബല യുദ്ധത്തിൽ. പക്ഷെ എന്നാലും ആ ഒരു അവസ്ഥ വെച്ചുകൊണ്ട് നാം സ്വയമായി മാന്തി പിളർത്തുന്ന, മാന്തി പൊട്ടിക്കുന്ന, ചോര വരുത്തുന്ന ആ രീതിയിലുള്ള ഒരു വിശ്വാസം മുസ്ലിമീങ്ങളുടെ ഇടയിലില്ല, അങ്ങനെ ഇല്ല. അപ്പം അതുകൊണ്ട് തന്നെ ഈ രണ്ട് വിഷയങ്ങൾ നാം കാര്യമായി ഗൗനിക്കേണ്ടതാണ്. ഇസ്ലാമിൽ ഇല്ലാത്ത കാര്യങ്ങൾ നാം ചെയ്യരുത്. ഇസ്ലാമിൽ ഉള്ള കാര്യങ്ങൾ തന്നെ ധാരാളം ചെയ്യാനുണ്ട്. അത് പരമാവധി നാം എന്ത് ചെയ്യുക, അത് ചെയ്തു തീർക്കുക. അതേപോലെ തന്നെ നിസ്കാരത്തിൻ്റെ കാര്യങ്ങൾ വിട്ടുവീഴ്ചയില്ല നിസ്കാരത്തിന്. അതുകൊണ്ട് മുഹറം മാസം തുടങ്ങിയിട്ടല്ലുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തുടക്കം മുതലേ നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ നാം ഒന്ന് ശ്രദ്ധയൂന്നുക. നിസ്കാരം ഖളാ ആക്കാതെ പരമാവധി നാം നിർവഹിക്കുക, സുന്നത്തുകളും നിർവഹിക്കുക. അതേപോലെ മുഹറം 9-10 ദിനങ്ങൾ നോമ്പ് നാം എടുക്കുക. അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. നന്മകൾ അധികം ചെയ്യാനും തിന്മകൾ കുറച്ചു കൊണ്ടുവരാനും അല്ലാഹു നമുക്കെല്ലാം ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും.